വലിയ ഡെക്കറേഷനൊന്നുമില്ല. നമുക്കിന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിടുക. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷമാണ് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇടുന്നത്. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗണിഷ് നിറമാകണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. അതിന് ശേഷമാണ് മസാലക്കൂട്ടുകളൊക്കെ ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. കറിവേപ്പില ഇട്ട് ഇനി ഇത് പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ വെച്ചിട്ട് ഇടണം. അതിന് വേണ്ടി വെച്ചേക്കും. വെളുത്തുള്ളി ഇടാൻ പോവുക. വെളുത്തുള്ളി ഇടാം, ഇഞ്ചി, പച്ചമുളക്. നന്നായി വാടി വന്നതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർക്കുന്നത്. വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓൾറെഡി കൂന്തൽ നമ്മൾ വേവിച്ച് വെച്ചേപ്പുണ്ട്, അപ്പോൾ അതിന് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം. 2-3 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കുക. കാരണം ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കേണ്ടത്. കാശ്മീരി പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, എന്തുവാ 1/2 സ്പൂണ് മസാല, ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാക്കണം. ഇനി പൊടികളെല്ലാം ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികളൊക്കെ ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നന്നായി കഴി വൃത്തിയാക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം മസാല എല്ലാം കൂടെ ചേർത്ത് പുരട്ടി ലേശം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ച്. കാര്യം കൂന്തലിന് വേവുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തലാണ് ചേർക്കേണ്ടത്. കൂന്തൽ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഒരുപാട് നേരം നമുക്കിത് തീയിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് അമ്മ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കൈവെള്ളം തളിക്കുന്നുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ആ മസാലയും കാര്യങ്ങളും ആ കൂന്തലിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മസാലയെല്ലാം കൂന്തലിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.